നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. മൂന്നാർ തോട്ടം തൊഴിലാളി സമരത്തിനെതിരെ CPI നേതാക്കൾ രംഗത്ത്. വ്യവസ്ഥാപിത ട്രേഡ് യൂണിയനുകളെ തകർക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ലെന്നും മൂന്നാറിൽ AITUCക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. മൂന്നാർ മോഡൽ സമരം അപകടകരമാണെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രനും അഭിപ്രായപ്പെട്ടു. മൂന്നാറിലെ തോട്ടം തൊഴിലാളി സമരം ഏറ്റവും കൂടുതൽ ആഘാതം സൃഷ്ടിച്ച തൊഴിലാളി സംഘടനകളൊന്നായിരുന്നു AITUC. സമരവിജയത്തിന്റെ ആദ്യ ദിനങ്ങളിൽ വലിയ പ്രതികരണങ്ങൾക്ക് മുതിരാതിരുന്ന നേതാക്കളാണ് ഇപ്പോൾ സമരത്തെ തള്ളി രംഗത്ത് വന്നിരിക്കുന്നത്. തൊഴിലാളികൾ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ആത്മാഹുതി ഭീഷണിയുമായി തെരുവിലിറങ്ങിയാൽ അത് അരാജകത്വം സൃഷ്ടിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. മൂന്നാറിൽ AITUCക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും കാനം രാജേന്ദ്രൻ വ്യക്തമാക്കി. പ്രശ്നം പരിഹരിക്കണമെങ്കിൽ വഴിയിലിറങ്ങണം, ആത്മാഹുതിക്കും മണ്ണെണ്ണയായിട്ട് നിൽക്കണം എന്നുള്ള ഒരു മെസ്സേജ്, തെറ്റായ മെസ്സേജാണ്. അത് അരാജകത്വത്തിനെ പ്രോത്സാഹിപ്പിക്കും. അത് മൂന്നാർ സമരത്തിലല്ല, ഏത് സമരത്തിലാണ് അതാണ്. ഗവൺമെൻറ്റും ഈ വിഷയം ഗൗരവപൂർവ്വം കണ്ട് ട്രേഡ് യൂണിയനുകൾക്ക് തിരുത്തണമെങ്കിൽ കണിശമായിട്ടും തിരുത്തണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. മൂന്നാർ മോഡൽ സമരം അപകടകരമാണെന്നും ഇത്തരത്തിലുള്ള സമരം കണ്ട് തൊഴിലാളികൾക്ക് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ലെന്നും AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രനും അഭിപ്രായപ്പെട്ടു. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. കറക്റ്റ് ചെയ്യേണ്ടത് കറക്റ്റ് ചെയ്യണം, തിരുത്തേണ്ടത് തിരുത്തണം. അടുത്ത ആഴ്ച ചേരുന്ന CPIയുടെ സംസ്ഥാന നേതൃയോഗങ്ങൾ മൂന്നാർ തോട്ടം തൊഴിലാളി സമരം വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. മൂന്നാറിലെ ട്രേഡ് യൂണിയൻ നേതാക്കൾ ടാറ്റ നൽകിയ വീടുകൾ മറിച്ചുവിറ്റ് വീണ്ടും പണമുണ്ടാക്കി. KPCC വൈസ് പ്രസിഡന്റ് AK മണിയാണ് വീട് മറിച്ചുവിറ്റ് ലക്ഷങ്ങൾ സ്വന്തമാക്കിയത്. CPI നേതാവ് CA കുര്യൻ സ്വന്തം യൂണിയന് കീഴിലെ സഹകരണ സംഘത്തിന് വാടകയ്ക്ക് സമ്മാന വീട് നൽകിയാണ് പണമുണ്ടാക്കുന്നത്. മൂന്നാർ തോട്ടം മേഖലയിലെ റിപ്പോർട്ടർ അന്വേഷണം തുടരുന്നു. KPCC വൈസ് പ്രസിഡന്റ് AK മണിക്ക് നല്ലതണ്ണ റോഡിൽ ടാറ്റ നൽകിയ വീടാണിത്. വീട് ചിത്രീകരിക്കാനെത്തിയ റിപ്പോർട്ടർ വാർത്താ സംഘത്തോട് മണിയും സംഘവും തട്ടിക്കയറുകയും ചെയ്തു. അവസാനിക്കാൻ പോലും നോക്കിയോ, എഴുതിത്തരാം AK ഈ എവിടെ പോയി അവസാനിക്കാൻ പോകുന്നു ഈ പ്ലാന്റേഷനുകളെല്ലാം നോക്കിയോ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നാ പ്രയോജനം? മൂന്നാറിൽ തലചായ്ക്കാനിടമില്ലെന്ന് പരിതപിക്കുന്ന മണിക്ക് പെരിയവാര ഫാക്ടറിക്ക് സമീപം കമ്പനി നൽകിയിരിക്കുന്നത് 3 വീടുകൾ. ഇവയിൽ ഒരെണ്ണം അടുത്ത കാലത്താണ് വൻതുകയ്ക്ക് വിറ്റതെന്ന് അയൽവാസികൾ പറയുന്നു. ഈ വീട് ഞങ്ങൾക്ക് അയാൾക്ക് വേണമെന്നായിരുന്നു. കാരണം എന്താ വെച്ചാൽ അതുവഴി ഇങ്ങോട്ട് വഴി ഉണ്ടാക്കിയ അയാൾക്ക് എളുപ്പമാണ്. പിന്നെ ആ 2 വീടും ലാസ്റ്റ് ഇതെത്രയ്ക്ക് കൊടുത്തെന്നറിയോ? ഇത് 20 ലക്ഷം. CPI നേതാവ് CA കുര്യന് 3 വീടുകളാണ് നൽകിയിരിക്കുന്നത്. ഇടയ്ക്കെത്തുമ്പോൾ താമസിക്കുന്ന വീടൊഴികെ മറ്റു 2 എണ്ണവും വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഇതിൽ ഒരെണ്ണം കൊടുത്തിരിക്കുന്നത് സ്വന്തം യൂണിയന് കീഴിലുള്ള സഹകരണ സംഘത്തിനാണ്. സമ്മാനമായി കിട്ടിയ വീട്ടിൽ നിന്ന് 15,000 രൂപ കുര്യന് മാസ വരുമാനം. മൂന്നാർ ടൗണിൽ വീടുള്ള S രാജേന്ദ്രൻ MLAക്ക് കമ്പനി വീട് നൽകിയിരിക്കുന്നത് പുതുക്കാടാണ്. പാർട്ടിയുടെ കണ്ണിൽ പൊടിയിടാൻ ബിനാമിയുടെ പേരിലാണ് വീടിപ്പോൾ. CPM നേതാവ് സുന്ദരമാണിക്യം, CPI നേതാവ് ഔസേപ്പ്, കോൺഗ്രസ് നേതാക്കളായ കുമാർ, മുനിയാണ്ടി എന്നിവരടക്കം 100-ലധികം നേതാക്കൾക്കാണ് സമ്മാന വീടുകൾ ലഭിച്ചിരിക്കുന്നത്. തലചായ്ക്കാൻ ഒരിടം എന്നതാണ് രാഷ്ട്രീയ നേതാക്കൾ സമ്മാന വീടുകൾക്ക് നൽകുന്ന വിശദീകരണം. എന്നാൽ 2ഉം 3ഉം വീടുകൾ കൈപ്പറ്റി മറച്ചു വിൽക്കുന്ന നേതാക്കൾ ലായങ്ങളിൽ ദുരിതജീവിതം നയിക്കുന്ന തൊഴിലാളികളെ വഞ്ചിക്കുകയാണ്. മൂന്നാറിൽ നിന്നും എബിൻ ഷാബുവിനൊപ്പം MS അനീഷ് കുമാർ, റിപ്പോർട്ടർ. ഈ വിഷയം ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നു. ശ്രീ പ്രകാശ് ബാബു, CPI നേതാവ്, TB മിനി അഡ്വക്കേറ്റ്, ഒപ്പം സാമൂഹ്യ പ്രവർത്തക ശ്രീമതി ഗോമതി, സമരനായിക എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുക. ആദ്യം ശ്രീ പ്രകാശ് ബാബു, വർഷങ്ങളായി ട്രേഡ് യൂണിയനുകൾക്ക് പിന്നിൽ അണിനിരന്നിട്ടും തങ്ങളുടെ ജീവിതാവസ്ഥയ്ക്ക് ഒരു മാറ്റവും വരാത്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു സമരമുറയിലേക്ക് അവിടുത്തെ തൊഴിലാളികൾ പോയത്. അതുകൊണ്ടാണ് അവർക്ക് അടിയന്തര വിജയവും നേടാനായത് എന്നും കാണണം. എന്നിട്ടും നമുക്ക് വ്യവസ്ഥാപിത സമരമാർഗം മാത്രം മതിയെന്ന് നിങ്ങളുടെ നേതൃത്വം ശഠിക്കുന്നതിന് പിന്നിലെ കാരണം എന്താണ്? വ്യവസ്ഥാപിത സമരമാർഗം മാത്രമേ ആകാവൂ എന്നല്ല ഞങ്ങളുടെ നേതാക്കൾ ആരും പറഞ്ഞത്. CPIയോ AITUCയോ തൊഴിലാളി സമരത്തിന് എതിരുമല്ല. അതിനെ ആ നിലയിൽ നിങ്ങൾ വ്യാഖ്യാനം ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. ഇന്ന് കാനം രാജേന്ദ്രൻ പത്രസമ്മേളനം നടത്തിയപ്പോഴും KP രാജേന്ദ്രൻ പത്രസമ്മേളനം നടത്തിയപ്പോഴും പറഞ്ഞ വിഷയങ്ങൾ തൊഴിലാളി സമരത്തെ തള്ളിപ്പറയുന്ന നിലയിലായിരുന്നില്ല. മറിച്ച് തൊഴിലാളി സമരം ഒത്തുതീർപ്പാക്കിയതിൻ്റെ പേരിൽ, അതിൻ്റെ ചെലവിൽ ഗവൺമെൻറ് തോട്ടം ഭൂമി സ്വകാര്യ മുതലാളിമാർക്ക് തീരെഴുതുന്നതിനെതിരായ പത്രസമ്മേളനമാണ് നടത്തിയത്.
നിങ്ങൾ അതിൽ നിന്ന് അടർത്തിയെടുത്ത് ആരെങ്കിലും ചോദിച്ചപ്പോൾ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്കിനെ അടർത്തിയെടുത്ത് അതിന് വ്യാഖ്യാനം കൊടുക്കുന്നത് ഒരു നല്ല രീതിയാണെന്ന് ഞാൻ ധരിക്കുന്നുമില്ല. കാനൻ രാജേന്ദ്രൻ നടത്തിയ പത്രസമ്മേളനം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ, ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും വന്ന ഒരു പ്രധാന വാർത്ത ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ടാണ്. മന്ത്രിസഭാ തീരുമാനം എന്തായിരുന്നു? ആ തീരുമാനം തോട്ടത്തിൻ്റെ 5%, എല്ലാ തോട്ടങ്ങളുടെയും 5% തോട്ടം ഇതര ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നതിന് ഇപ്പോൾ കേന്ദ്ര അനുവാദം കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന മന്ത്രിസഭയും അംഗീകാരം കൊടുത്തു എന്ന നിലയില്ല. അത് തന്നെ തെറ്റാണ്. 2012 നിയമസഭ പാസാക്കുകയും 2012 തന്നെ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ അസന്റ് കിട്ടുകയും ചെയ്ത ഒരു നിയമത്തിൻ്റെ ചട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് 5% ഭൂമി അത് സ്വകാര്യ വ്യക്തികൾക്ക് തോട്ടം ഇതര ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാനുള്ള ഗവൺമെന്റിന്റെ നീക്കത്തിനെതിരെയാണ് 2 നേതാക്കളും പത്രസമ്മേളനം നടത്തുകയും ആ വിഷയം അത്തരമൊരു സതുദ്ദേശത്തോടെയാണ് ആ വാർത്താ സമ്മേളനം നടത്തിയെന്ന് താങ്കൾക്ക് പറയാം. പക്ഷേ അക്കാര്യത്തിൽ അവർ ഈ മൂന്നാർ സമരവുമായി ബന്ധപ്പെട്ട മറുപടി കാനം രാജേന്ദ്രൻ പറഞ്ഞത് ഒരു സമരത്തിൽ വേഗം തീർപ്പുണ്ടാക്കണമെന്ന ആവശ്യവുമായി തെരുവിലിറങ്ങി ആത്മാഹുതി പ്രഖ്യാപനമൊക്കെ നടത്തുന്നത് അങ്ങേയറ്റം അരാജകത്വമാണ്, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ്. ട്രേഡ് യൂണിയനുകളെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ടുള്ള സമരമുറകൾ ആശാസ്യകരമല്ല, പകരം നിങ്ങൾ ഈ ട്രേഡ് യൂണിയൻ നേതൃത്വത്തിലേക്ക് വരണമെന്നാണ് KPR വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. അതായത് ഈ സമരത്തിൽ ട്രേഡ് യൂണിയനുകൾ ഒഴിവാക്കപ്പെട്ടതിൽ കൃത്യമായ അതൃപ്തി CPIയുടെ നേതൃത്വം, AITUCയുടെ നേതൃത്വം ഇക്കാര്യത്തിൽ വെച്ചു പുറത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സമര രീതിയോട് ഇങ്ങനെ പരോക്ഷമായുള്ള വിയോജിപ്പ് പറഞ്ഞു പോകുന്നത്. നേരത്തെ പറഞ്ഞ കാര്യത്തിലുള്ള ഭിന്നാഭിപ്രായം എനിക്കില്ല. പക്ഷേ ഈ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പൂർണ്ണാർത്ഥത്തിൽ പിന്തുണയ്ക്കുന്ന സമീപനം CPIയുടെയോ AITUCയുടെ നേതൃത്വം എടുത്തിട്ടില്ല. ആ തൊഴിലാളി സമരത്തിന് AITUCയുടെ പൂർണ്ണമായ പിന്തുണയുണ്ട്. ഇപ്പോഴും ഞങ്ങൾ പറയുന്നു, ഒരു തൊഴിലാളിക്ക് ഏറ്റവും കുറഞ്ഞത് പ്രതിദിനം 500 രൂപ ശമ്പളം കൂലി കിട്ടത്തക്ക നിലയിൽ തന്നെ ഗവൺമെൻറ്റും ബന്ധപ്പെട്ട തോട്ടം ഉടമകളും തീരുമാനമെടുക്കണം എന്ന നിലയിൽ തന്നെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. ആ സമരത്തിന് എല്ലാവിധ പിന്തുണയും AITUCയുടെ ഭാഗത്തു നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുമുണ്ട്. അതിലൊന്നും ഒരു തർക്കവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നാണ്. ശ്രീമതി ഗോമതി, ഈ സമരത്തിന്റെ നേതൃത്വം വഹിച്ച വനിത നമ്മുടെ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി ഗോമതി, AITUCയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് നിങ്ങൾ വേറെ യൂണിയനൊന്നും ഉണ്ടാക്കരുത്, ഇപ്പോഴും നിലവിലുള്ള AITUCയുടെ നേതൃത്വത്തിലേക്ക് ഗോമതിയും അടക്കമുള്ള വനിതകൾ വരണമെന്നാണ്. എന്തു തോന്നുന്നു, നിങ്ങൾ ഈ യൂണിയന്റെ നേതൃത്വത്തിലേക്ക് പോകുന്നുണ്ടോ, നേതാവാകുന്നുണ്ടോ യൂണിയന്റെ? അല്ല സാർ, ഞാൻ പോകുന്നില്ല സാർ. എന്നെ വിളിച്ചിട്ടുണ്ട്, ഇവിടെയുള്ള നേതാക്കന്മാർക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെ പോകുന്നില്ല സാർ. ഈ 3 യൂണിയൻ നേതാക്കന്മാർ ഞങ്ങൾ മുറിച്ചതായി ഈ സമരത്തിന്. പിന്നെ കാലിൽ പോയി വിടാനായിട്ട് ഞാൻ തയ്യാറില്ല സാർ. മറ്റു പെണ്ണിന് എനിക്കത് തോന്നുന്നില്ല. ഞാൻ പോകത്തില്ല അവരുടെ കൂട്ടത്തിൽ ഞാൻ പോകത്തില്ല സാർ. അത് തീരുമാനമാണ്, തീരുമാനമാണ് സാർ. ഗോമതിയുടെ ഭർത്താവും AITUCയിലായിരുന്നല്ലോ. AITUC ഞാൻ കേട്ടു. ഗോമതിയുടെ ഭർത്താവും AITUCയിലായിരുന്നല്ലോ. AITUCയുമായുള്ള ബന്ധമെല്ലാം അവസാനിപ്പിക്കുകയാണോ? ഇനി AITUCനൊപ്പം പോകുന്നില്ലേ? അവിടുത്തെ മൂന്നാറിലെ ട്രേഡ് യൂണിയന്റെ നേതാവാകാൻ നിങ്ങളെ വിളിച്ചിരിക്കുകയാണ് AITUCയുടെ നേതാവ്. അപ്പോൾ അവിടേക്ക് നിങ്ങൾ വന്ന് AITUCയുടെ നേതൃത്വം, അതായത് അതിൻ്റെ നേതാവാകണം ഗോമതി അടക്കമുള്ള ആളുകളെന്നാണ്. അങ്ങനെ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം. അപ്പോൾ അങ്ങനെ AITUCയുടെ നേതാവാകണ്ട. എല്ലാവരും ചേർന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പക്ഷെ ഞാൻ പോകത്തില്ല. ഗോമതി ഫോണിൽ നിൽക്കൂ. ശ്രീ പ്രകാശ് ബാബു, ഇന്ന് KP രാജേന്ദ്രൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സമരത്തിന് നേതൃത്വം കൊടുത്തവർ AITUCയുടെ നേതൃത്വത്തിലേക്ക് വരട്ടെ, അവരുടെ നിലപാടുകൾ സംഘടനയുടെ നിലപാടാക്കി മാറ്റട്ടെ, അങ്ങനെ പുതിയ മാറ്റത്തിന് വഴിമരുന്നിടട്ടെ എന്നൊക്കെ ന്യായമായ കാര്യമാണ്. പക്ഷേ എങ്ങനെയാണ് ഈ തൊഴിലാളി സംഘടനകളെ വിശ്വസിക്കുക? അവിടെ CA കുര്യന് 3 വീടുണ്ട്. മൂന്നാറിൽ മറ്റാർക്കും സ്ഥലമില്ലാത്തതുകൊണ്ട് കമ്പനി എന്ന വീട്ടിൽ താമസിക്കണമെന്ന് ന്യായം പറഞ്ഞാൽ CA കുര്യന് 3 വീട്, അതിൽ 2 വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഒന്ന് അദ്ദേഹം അവിടേക്ക് വരുമ്പോൾ താമസിക്കാനും. 2ൻ്റെയും വാടക പണം പറ്റിയാണ് അദ്ദേഹം അവിടെ ജീവിക്കുന്നത്. തൊഴിലാളികൾ അവരുടെ ലായങ്ങളിൽ എങ്ങനെ ബുദ്ധിമുട്ടുന്നുവെന്ന് കഴിഞ്ഞ 2 ദിവസമായി ഞങ്ങളുടെ പ്രത്യേക അന്വേഷണം നടത്തുകയും അതിലെ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും.
അപ്പോൾ അതിനൊന്നും പരിഹാരമുണ്ടാക്കുന്നതിന് ഒരു ഇടപെടലും നടത്താതിരിക്കുകയും കമ്പനിയുടെ പക്കൽ നിന്ന് ഇങ്ങനെ ഔദാര്യം പറ്റുകയും തൊഴിലാളികളുടെ പ്രശ്നത്തിൽ ആത്മാർത്ഥമായി ഇടപെടാതിരിക്കുകയും ചെയ്യുക. പിന്നെ എങ്ങനെ ഈ യൂണിയനിലേക്ക് നിങ്ങൾ വരൂ എന്ന ഈ ആഹ്വാനം തൊഴിലാളികൾ സ്വീകരിക്കും? ട്രേഡ് യൂണിയൻ നേതാക്കളോ പാർട്ടി നേതാക്കളോ അവിടെ മാനേജ്മെൻറ്റിൻ്റെ അനധികൃതമായിട്ടുള്ള ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതകളാണെങ്കിൽ നിശ്ചയമായും അത് പരിശോധിച്ച് അതിന്മേലുള്ള നടപടികൾ എടുക്കും എന്നാണ് KP രാജേന്ദ്രനും കാനം രാജേന്ദ്രനും AITUCയുടെ 2 നേതാക്കളും വ്യക്തമാക്കിയത്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള നടപടികൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അതിനെ പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള ഒരു നടപടിക്രമമുണ്ട്. ഒരു പാർട്ടിക്ക്, ഒരു സംഘടനയ്ക്ക് ഇപ്പോൾ KP രാജേന്ദ്രൻ പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ വ്യവസ്ഥാപിതമല്ലാത്ത സമരമുറകൾ സ്വീകരിക്കുകയല്ല വേണ്ടത്. AITUC ഇവിടെ ഉണ്ട്, നേതൃത്വത്തിൻ്റെ പിഴവാണെങ്കിൽ ഞങ്ങളത് തിരുത്താൻ തയ്യാറാണ്, നിങ്ങൾ ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് വരുമെന്ന്. അത് ശരിയായി കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണോ, അതോ ഇനിയിപ്പോൾ ഇത്തരമൊരു സമരരീതിയെ, ഈ മുന്നേറ്റത്തെ സംഘടനയിലേക്ക് സ്വാംശീകരിച്ചില്ലാതാക്കി കളയാമെന്ന കുബുദ്ധിയാണോ? അതിനെക്കുറിച്ച് അങ്ങനെ അഭിപ്രായം ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ കേരളത്തിലെ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് തിരിച്ചറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ കാലത്തും മൂന്നാർ പോലുള്ള സംഭവങ്ങളൊക്കെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇത് ആദ്യത്തെ സംഭവവുമല്ല. പിന്നെ മൂന്നാറിൽ ഒരുപാട് സ്ത്രീകളും ഒരുപാട് തൊഴിലാളികളും ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തതാണ്. എത്രയോ വ്യവസായശാലകളിൽ തൊഴിലാളി നേതാക്കൾ ഉണ്ടാക്കുന്ന എഗ്രിമെൻറ്റുകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് തൊഴിലാളികൾ അതിനെതിരായിട്ട് നിൽക്കുകയും വേറെ യൂണിയനുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ചരിത്രമുണ്ട്. എത്ര യൂണിയനുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തൊഴിലാളികൾക്ക് അവിടെ യൂണിയൻ ലീഡേഴ്സിന് തീരെ വിശ്വാസം ഇല്ലാതായി എന്ന് പറയുന്ന വിഷയമാണ്. ആ വിശ്വാസരാഹിത്യം ഉണ്ടായ സാഹചര്യത്തെ വിലയിരുത്തി തിരുത്തുക എന്ന് പറയുന്നത് തന്നെയാണ് ട്രേഡ് യൂണിയൻ നേതാക്കൾ ചെയ്യേണ്ടത്. നമ്മൾ തൊഴിലാളികളെ സംബന്ധിച്ച് ഇപ്പോൾ 231 രൂപ കൂലി, ഇപ്പം നമ്മൾ അഖിലേന്ത്യാ പണിമുടക്ക് പ്രഖ്യാപിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം 15,000 രൂപ മിനിമം കൂലി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 500 രൂപ പെർ ഡേ എന്നുള്ളതാണ്. ഈ തൊഴിലാളികൾ ചോദിച്ചിരിക്കുന്നത് ആ ഒരു മിനിമം കൂലി മാത്രമാണ്. അത് വാങ്ങിച്ചു കൊടുക്കാൻ, അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾക്ക് കഴിയാതെ പോയതുകൊണ്ടാണല്ലോ തൊഴിലാളികൾ ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് വന്നത്. അവരുടെ ആഗ്രഹങ്ങളെ, ജനാധിപത്യപരമായി അവരുടെ അഭിപ്രായങ്ങളെ പരിഗണിക്കാതെ ട്രേഡ് യൂണിയൻ ലീഡേഴ്സിൻ്റെ മാത്രം താല്പര്യത്തിന് എഗ്രിമെൻ്റ് ഒപ്പിടുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് തൊഴിലാളികളിൽ നിന്നുണ്ടായത്. അത് കൂട്ടമായി ഇത്രയധികം തൊഴിലാളികൾ, പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികൾ ഇങ്ങനെ ചെയ്തപ്പോൾ അതിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ മൂന്നാറിൽ മാത്രമായിരുന്നോ? കേരളത്തിൽ വലിയൊരു സമരം നടന്നു 2 വർഷം മുന്നേ, നേഴ്സുമാരുടെ സമരം. സ്ത്രീകളാണ് ഏറ്റവും അധികം ഉണ്ടായിരുന്നത്. നേഴ്സുമാർ കേരളത്തിൽ മിനിമം വേജസ് പോലും ഇല്ലാതെ ജോലി ചെയ്യുന്ന വിവരം നമ്മൾ അറിഞ്ഞില്ലേ? അറിയാതിരുന്നതല്ല. കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും നേഴ്സുമാർ ഒന്നടങ്കം സമരരംഗത്തേക്ക് വന്നു. സമരത്തിന് നേതൃത്വം നൽകുന്ന ചില ആളുകൾക്കെതിരായിട്ട് പരദൂഷണം പറയാനല്ലാതെ ഇപ്പോഴും ആ സമരം ഗൗരവത്തോടെ ഏറ്റെടുത്തില്ല. സമരം നടന്നപ്പോൾ സമരത്തിൻ്റെ അടുത്ത് പോയി നമ്മൾ അഭിവാദ്യം ചെയ്തു, അവരെ പ്രോത്സാഹിപ്പിച്ചു, അവർക്ക് ആവശ്യമായുള്ള സമരം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. നഴ്സുമാരുടെ സമരം വലിയ തോതിൽ ചർച്ചയാകപ്പെട്ട, വലിയ തോതിൽ മാധ്യമ കവറേജ് ലഭിക്കപ്പെട്ട ഒന്നാണ്. അവിടെ പല പാർട്ടി നേതാക്കളും യൂണിയൻ നേതാക്കളും ഒക്കെ പോയി സംസാരിക്കുകയും ചെയ്തു. അതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായി ഏറ്റെടുക്കുകയോ അതിൻ്റെ തുടർ നടപടികൾക്ക് ഉത്തരവാദിത്വത്തോടെ പെരുമാറുകയോ ഇവിടുത്തെ ഒരു ട്രേഡ് യൂണിയൻ നേതൃത്വമോ പാർട്ടി നേതൃത്വമോ ചെയ്തിട്ടില്ല. അതായത് ഒരു സമരം, ഒരു ബൂം ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ അനുഭാവം പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ കാണിക്കുന്ന ശുഷ്കാന്തി തുടർന്ന് കാണിച്ച ചരിത്രമില്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെ നിങ്ങളെ ഈ മൂന്നാറിലെ തൊഴിലാളികൾ വിശ്വസിക്കും എന്നതാണ്. അതെ, ഇവിടെ നഴ്സുമാരുടെ സമരവും ഈ മറ്റ് വിഭാഗത്തിൽ വരുന്ന ജനവിഭാഗങ്ങൾ നടത്തുന്ന, തൊഴിലാളികൾ നടത്തുന്ന സമരവും ഇത്തരത്തിൽ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. അതിനകത്തൊന്നും എനിക്ക് പ്രത്യേകിച്ച് യാതൊരു തർക്കവും ഉണ്ടായിട്ടല്ല ഞാനത് പറയുന്നത്. മൂന്നാറിലെ തൊഴിലാളികൾ നടത്തിയ സമരം, അവരുടെ മിനിമം ഒരു ദിവസത്തെ വേതനം 500 രൂപയാക്കി നിശ്ചയിക്കണം എന്നുള്ള ആവശ്യവും 20% ബോണസ് നൽകണം എന്ന ആവശ്യവും വളരെ തികച്ചും ന്യായമാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും AITUCയും ആ ആവശ്യം തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. എല്ലാ ട്രേഡ് യൂണിയനുകളും, ഞാൻ മനസ്സിലാക്കുന്നത് AITUCയും CITUവും INTUCയും എല്ലാം ഈ 20% ബോണസ് എന്ന നിലയിൽ തന്നെയാണ് അവിടെ മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നത്.
അവിടെ തൊഴിലാളികൾ ആ സമരത്തിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് എടുത്തിട്ടല്ല തൊഴിലാളികൾ അതിലേക്ക് തിരിച്ചത്. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ട്രേഡ് യൂണിയൻ ലീഡേഴ്സിനെ അവർക്ക് വിശ്വാസമില്ലാത്ത ഒരു സാഹചര്യം വന്നിരിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ആ സമരത്തിൽ കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഞാൻ സമ്മതിക്കുന്നു. അത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. എന്നാൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണുമ്പോൾ ഇവിടെ മാധ്യമങ്ങൾ കൊടുക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് ഉണ്ട് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെയും ഇപ്പോൾ പറയുന്നതിൻ്റെയും ആശയം. അതെന്താണെന്ന് ചോദിച്ചാൽ തൊഴിലാളികളുടെ ആവശ്യം എന്താ? മിനിമം കൂലി ഒരു ദിവസം 500 രൂപ ആവണം എന്നതാണ്. എന്ന് പറഞ്ഞാൽ 15,000 രൂപ എങ്കിലും പ്രതിമാസം തൊഴിലാളിക്ക് ശമ്പളമായി കിട്ടണം എന്നതാണ് അവരുടെ ആവശ്യം. അത് മാനേജ്മെൻറ്റ്, ഗവൺമെൻറ് എല്ലാ മേഖലകളിലും അംഗീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ കേരളത്തിലെ മുഴുവൻ തൊഴിലാളി വിഭാഗത്തിന് വേണ്ടിയും ആ ഒരു മുദ്രാവാക്യം ഉയർത്തുകയും അത് ന്യായമായ ഒരാവശ്യമാണെന്ന് കണ്ട് അതിനുവേണ്ടിയുള്ള പ്രചരണം കൊടുക്കുകയുമാണ് വേണ്ടത്. തീർച്ചയായും മാധ്യമങ്ങൾ ഉത്തരവാദിത്വം അങ്ങനെ നിർവഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഗോമതി, ഇപ്പോ എല്ലാ പാർട്ടിയുടെയും ട്രേഡ് യൂണിയന്റെ നേതാക്കൾ പറയുന്നു ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾക്ക് പിഴവ് തെറ്റുണ്ടായിട്ടുണ്ട് എന്ന്. പക്ഷേ അത് തിരുത്താൻ, ശരിയാക്കാൻ അവർ തയ്യാറാണ്. അപ്പോൾ ട്രേഡ് യൂണിയനുകളെ നിങ്ങൾക്ക് ഇനിയും വിശ്വസിക്കാമെന്ന് പറയുന്നു നേതാക്കൾ. അവരെ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ, അതോ ഇനി ഒരിക്കലും ട്രേഡ് യൂണിയനുകൾ വേണ്ട എന്നതാണോ നിങ്ങളുടെ നിലപാട്? കുറച്ച് ആൾക്കാരെ ഞങ്ങൾ ചേർന്നെത്തിയിട്ടുണ്ട്. ഇവിടെ ആൾക്കാരെ ഒരു 6 ചേർന്നെത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ എവിടെയെങ്കിലും അവിടെ ഞങ്ങൾ അവർ തീരുമാനം ചെയ്യാം ഞങ്ങളെയാണ് എന്താണ് എന്ന് തീരുമാനിച്ച് ഈ നേതാക്കന്മാരുടെ ഇതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചല്ലോ. ഫോൺ റേഞ്ചിൽ പ്രശ്നമുണ്ട്. ടി.ബി. മിനി, ഇപ്പം ട്രേഡ് യൂണിയനുകളെ പൂർണ്ണമായും നിരാകരിക്കുന്ന സമരമുറകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കെ.പി. രാജേന്ദ്രൻ പറഞ്ഞത്. അതിൽ ചില വസ്തുതകളിലെ ട്രേഡ് യൂണിയനുകളുടെ ചില പിഴവുകൾ ഇപ്പോൾ മൂന്നാറിലേതൊക്കെ ചൂണ്ടിക്കാണിക്കാമെങ്കിലും ഇക്കാലം അത്രയും തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ട്രേഡ് യൂണിയൻ നേതൃത്വങ്ങൾ എടുത്തുവന്നുള്ള നിലപാടുകൾ അങ്ങേയറ്റം പ്രശംസനീയമാണ്. അത് ചരിത്രത്തിൽ ഏറ്റവും തിളക്കമാർന്ന ഏടുകളുമാണ്. ഇവിടെ ചില പിഴവുകൾ പറ്റിപ്പോയിട്ടുണ്ട് എന്നത് ശരിയാണ്. അതുകൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ ഇത്തരം ആൾക്കൂട്ട സമരങ്ങളിലേക്ക് മാത്രം കാര്യങ്ങൾ ഒതുങ്ങിയാൽ അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നാണ്. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യം വെച്ചാൽ ഇതിൽ ഈ തോട്ടൻ മേഖലയിൽ തന്നെ അടിമ സമാനമായിട്ടുള്ള ഒരവസ്ഥയായിരുന്നു തൊഴിലാളികൾക്കുണ്ടായത്. അവരതിൽ നിന്നും മാറ്റി കരകയറ്റി ഒരുപാട് ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ തൊഴിലാളി സമരങ്ങൾ സംഘടിപ്പിച്ച് ട്രേഡ് യൂണിയനുകൾ തന്നെയാണ് ഇവർക്ക് ഈ അവകാശങ്ങൾ, ഇപ്പം നിലവിൽ വന്നിട്ടുള്ള അവകാശങ്ങളെങ്കിലും നേടിക്കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവരുടെ ഒരു ജീവിത സാഹചര്യം ഇപ്പോഴും 100 വർഷങ്ങൾക്ക് പുറകിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു 300 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്, ആ 300 സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ കിടക്കുന്നത്, വെള്ളമില്ല, വെളിച്ചമില്ല, നല്ലൊരു ബാത്റൂം ഇല്ല, ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്നു. മിനിമം കൂലിയില്ല. താഴേക്ക് ഇറങ്ങി അവർ പണിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് 500 രൂപ കിട്ടും. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾക്കത് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ സ്വയംവിമർശനപരമായി കാണേണ്ടതാണ്. അതേസമയം ട്രേഡ് യൂണിയനുകൾ തന്നെയാണ് തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നത്, അവരാണ് അതിനുവേണ്ടി സമരം ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ട്രേഡ് യൂണിയൻ മാത്രമേ ഉണ്ടാവൂ എന്നുള്ളൊരു ശാഠ്യം നമ്മൾ പിടിക്കേണ്ട ഒരു കാര്യവുമില്ല. വ്യത്യസ്തമായിട്ടുള്ള ട്രേഡ് യൂണിയനുകൾ ഉയർന്നു വരും, സാഹചര്യങ്ങൾക്കനുസരിച്ച് വേറെ യൂണിയനുകൾ വരും. അതിനെ നമ്മൾ സഹിഷ്ണുതയോടുകൂടി കാണാനായിട്ട് നമ്മൾക്ക് കഴിയണം. പിന്നെ സഖാവ് കാനം പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മാഹുതി സമരങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട എന്നാണ് അദ്ദേഹം പറയണത്. അത് ശരിയുമാണ്. കാരണം ആത്മാഹുതി സമരങ്ങൾ ആണ് എല്ലാത്തിനും വഴിവെക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കാണേണ്ട കാര്യം. തൊഴിലാളികൾ സമരം ചെയ്ത് തന്നെയാണ്. പക്ഷേ ആത്മാഹുതി എന്ന് പറഞ്ഞാൽ നിരാഹാര സമരം ആത്മാഹുതി സമരമാണ്. ഇപ്പോൾ നേഴ്സുമാർ 155 ദിവസം സമരം ചെയ്തിട്ടും ആരും തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് കോതമംഗലത്തിലെ നേഴ്സുമാർ മുകളിലേക്ക് കയറി. പിന്നെ ആണ് കേരളം മുഴുവൻ അങ്ങോട്ടേക്ക് എത്തിയത്. പിന്നെ കൊച്ചിൻ കോർപ്പറേഷനിലെ തൊഴിലാളികൾ ആത്മാഹുതി സമരം നടത്തിയിട്ടുണ്ട്. എന്താ വിഷയം? നമ്മൾ എല്ലാ സമരങ്ങളും ചെയ്തിട്ടും എല്ലാ പ്രതിഷേധങ്ങളും നടത്തിയിട്ടും വർഷങ്ങളായിട്ട് സമരം നടത്തിയിട്ടും ഒരു പരിഹാരമില്ലാതാകുമ്പോൾ ട്രേഡ് യൂണിയൻ നേതാക്കളും വേണ്ടത്ര അവരെ ശ്രദ്ധിക്കാണ്ടാകുമ്പോൾ തൊഴിലാളികൾക്ക് എന്താ ഒരു വഴി? പലതും അവർ ചെയ്തു പോകും. ശ്രീ പ്രകാശ് ബാബു, ഇപ്പോൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ അവിടെ CA കുര്യന് 3 വീടുണ്ട്, 2 വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു, 1 വീട് അദ്ദേഹം വല്ലപ്പോഴും താമസിക്കുന്നു. നേരത്തെ AK മണിക്കാണെങ്കിൽ 3 വീടുണ്ട്, 20% ബോണസിന് വേണ്ടി അവിടെ തൊഴിലാളികൾ സമരം ചെയ്യുമ്പോൾ 1 വീട് 20 ലക്ഷം രൂപയ്ക്ക് വിറ്റ് ആ പൈസ പോക്കറ്റിലിട്ടിരിക്കുകയാണ് AK മണി. പക്ഷേ മാതൃകാപരമായി അവിടുത്തെ യൂണിയനും പിരിച്ചുവിട്ട് AK മണി അതിൻ്റെ പദവികളിൽ നിന്ന് സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. തിരുത്താൻ എങ്ങനെ ഉദ്ദേശിക്കുന്നുവോ അതിന് പ്രായോഗിക നടപടികളിലൂടെയുള്ള ഉദാഹരണം തൊഴിലാളികൾക്ക് മുൻപിലേക്ക് വെച്ചിട്ടുണ്ട് അവിടെ INTUC. AITUC ഇത്ര വിവരങ്ങൾ പുറത്തു വന്നിട്ടും തൊഴിലാളികൾക്ക് ഇത്രമേൽ വെറുക്കപ്പെട്ട നേതാക്കളുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടും എന്ത് നടപടി പ്രായോഗിക തലത്തിൽ എടുത്തു അവിടെ വിശ്വാസം തിരിച്ചുപിടിക്കാൻ ഈ പത്രപ്രസ്താവനകളല്ലാതെ?
AITUCയുടെ നേതൃത്വത്തിലെ ആളുകളുടെ ഭാഗത്ത് നിന്ന് പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അത് തിരുത്തും. നമ്മൾ ഇന്ത്യയുടെ ട്രേഡ് യൂണിയൻ ചരിത്രവും കേരളത്തിലെ ട്രേഡ് യൂണിയൻ ചരിത്രവും ഒരിക്കലും മറന്നുപോകരുത്. പാവപ്പെട്ട തോട്ടം തൊഴിലാളികളെ എത്രമാത്രം നീചമായിട്ടാണ് മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ളത് ട്രേഡ് യൂണിയൻ ചരിത്രം അറിയാവുന്നവർക്കറിയാം. തോട്ടം മേഖലയിൽ മാത്രമല്ല, മിക്കവാറുമുള്ള കേരളത്തിലെ സമസ്ത തൊഴിൽ മേഖലകളിലും അതുപോലെയുള്ള കൊടിയ ചൂഷണം നടന്നുകൊണ്ടിരുന്നതാണ്. അവിടെ നിന്ന് ആ ട്രേഡ് യൂണിയനുകളുടെ തണലിൽ തന്നെയാണ് ഈ കേരളത്തിലെ തൊഴിലാളികൾ, ഇന്ത്യയിലെ തൊഴിലാളികൾ തന്നെയും ഒരുപാട് ആനുകൂല്യങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ബോധവാന്മാരായി സമരത്തിൽ പോയി നേട്ടങ്ങൾ നേടിയതല്ല. എന്നാൽ അതുകൊണ്ട് ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് പിഴവുകൾ സംഭവിച്ചിട്ടില്ല എന്ന് അർത്ഥമാക്കരുത്. ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുകയല്ലാതെ ട്രേഡ് യൂണിയനുകളെ പരക്കെ ആക്ഷേപിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവും നമ്മുടെ സമൂഹത്തിൽ കോളേജിലെ വിദ്യാർത്ഥി സംഘടനകൾ ട്രേഡ് യൂണിയനുകൾ ഇല്ലാതെ അല്ലെങ്കിൽ ഇത്തരം വ്യവസ്ഥാപിത ട്രേഡ് യൂണിയനുകളിൽ നിന്ന് പിന്മാറി സ്വന്തമായി ഒരു ആൾക്കൂട്ട സംവിധാനമായി പോകാനുള്ള പരിപാടി ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ഭാവിയെ കരുതി ഗുണപരമായ തീരുമാനമായിരിക്കും. അവർക്ക് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷേ അവിടുത്തെ സംഘടിത ട്രേഡ് യൂണിയനുകളിൽ തന്നെ കുറേ ആളുകൾ പിന്നെയും നിൽക്കും. ട്രേഡ് യൂണിയനിൽ ഇപ്പോൾ സംഘടിതമായിട്ടുള്ള അല്ലെങ്കിൽ വ്യവസ്ഥാപിത ട്രേഡ് യൂണിയനുകൾ കുറേ കൂടി കരുത്തോടും കരുതലോടും കൂടി ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും അവർക്ക് അങ്ങനെ ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കാനുള്ള അവകാശങ്ങൾ നമ്മൾ പരിപൂർണമായിട്ട് നിഷേധിക്കേണ്ട ഒരു കാര്യവുമില്ല. അതേസമയം മറ്റ് യൂണിയനുകൾ അതോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഈ തൊഴിലാളികൾ ഇങ്ങനെ മാസ നിലയിൽ മാത്രമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭൂമി പോകും. അതേസമയം ഇത് സംഘടനാ പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശ്രീ പ്രകാശ് ബാബു, ഒപ്പം ഗോമതി.